ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനെ പറ്റിയിട്ടാണ്. അതായത് പെർഫെക്റ്റ് ആയിരിക്കണം, എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ക്യാരക്ടറിസ്റ്റിക് ഫസ്റ്റ് ഈസ് ഫ്രാഗ്മെൻറ്റ്, ഹോമോജീനിയസ് ആൻഡ് പെർഫെക്റ്റ് നോളജ് അല്ലേ. ഫ്രാഗ്മെൻറ്റ്, ഹോമോജീനിയസ്, പെർഫെക്റ്റ് നോളജ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് ദ ഇൻഡസ്ട്രി ഓഫ് ഫ്രാഗ്മെൻറ്റഡ്. എന്താണ് ഫ്രാഗ്മെൻറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് കൺസിസ്റ്റ് എ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ്. ഓക്കെ, buyers purchasing are so small there are have imperceptible effect of market price. Okay, the industry of fragmented, it consists of large number of buyers. Okay, ഇവിടെ ഫ്രാഗ്മെൻറ്റ് ക്യാരക്ടറിസ്റ്റിക് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഈ ഫ്രാഗ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറയുന്നത്. ഇവിടെ ബയേഴ്സും അല്ലെങ്കിൽ ആരും, ഇറ്റ് കൺസിസ്റ്റ് എ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഇവിടെ എന്തായിരിക്കും? വളരെ വലിയൊരു ആൾക്കൂട്ടം, സെല്ലേഴ്സും ബയേഴ്സും ഉണ്ടാകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഫ്രാഗ്മെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഈച്ച് ബയേഴ്സ് പർച്ചേസസ് ആർ സോ സ്മോൾ that they have an imperceptible effect on market price. Each buyer's purchases are so small that they have an imperceptible effect on market price. Each seller's output is small in comparison to market demand, that is does not affect of market price addition. Each seller's input purchase are so small and that have negligible impact of input services. ഇവിടെ എന്താ പറയുന്നത്? ഏറ്റവും ഹ്യൂജ് ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കും? ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് മാർക്കറ്റിംഗ് നടക്കും. അല്ലെങ്കിൽ വാങ്ങുന്ന ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ അളവും സെല്ലേഴ്സ് വാങ്ങുന്ന ഗുഡ്സ് ആൻഡ് സർവീസിന് അളവ് കൊടുക്കുന്ന സെയിൽസ്മാൻ കൊടുക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസിന് അളവും കൂടും. അപ്പം നമുക്കൊരു പ്രോഫിറ്റ് മാക്സിമത്തിലേക്ക് എത്താൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഈച്ച് സെല്ലേഴ്സ് ഇൻപുട്ട് പർച്ചേസസ് ഓഫ് സ്മോൾ ആൻഡ് ദേ ഹാവ് ആൻ നെഗ്ലിജിബിൾ ഇമ്പാക്റ്റ് ഓഫ് ഇൻപുട്ട്. നെക്സ്റ്റ് എന്താണ് ഹോമോജീനിയസ്? എന്താണ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പെർഫെക്റ്റ് homogeneous? അത് firm produce homogeneous products. Consumers preserves and products be identical of homogeneous no matter who produces them. Product of firm A will no way of differentiated from those from B. This result in price competition. Okay, അവിടെ എന്തുണ്ടാവും? ഈ ഹോമോജീനിയസ് ആകുമ്പോൾ അവിടെ പ്രൈസ് കോമ്പറ്റീഷൻ വരും. The products to be identical or homogeneous no matter who produce them. ഐഡൻറ്റിറ്റിക്കൽ അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും അല്ലേ, എന്താണെന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ എന്തില്ല? നോ മാറ്റർ ഹൂ പ്രൊഡ്യൂസേഴ്സ്, അത് അവിടെ ഒരു മാറ്ററിൻ്റെ പ്രശ്നമേ വരുന്നില്ല. പ്രൊഡക്റ്റ് ഓഫ് ഫേം ആസ് വിൽ നോ വേ ഓഫ് ഡിഫറൻഷ്യൽ ഫ്രം ദോസ് ആൻഡ് ദിസ് റിസൾട്ട് പ്രൈസ് കോമ്പറ്റീഷൻ. ദർ ഇസ് എ പെർഫെക്റ്റ് നോളജ് ഓഫ് ഇൻഫർമേഷൻ. ഇവിടെ പെർഫെക്റ്റ് നോളജ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടാവും. എവിടെ? മാർക്കറ്റിംഗ്. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇവിടെ എന്തുണ്ടാവും? പെർഫെക്റ്റ് നോളജ് ഓഫ് കോമ്പറ്റീഷൻ എമംഗ് ബോത്ത് ഫേംസ് ആൻഡ് കൺസ്യൂമേഴ്സ്. അതായത് കൺസ്യൂമറിനാണെങ്കിലും ഫേംസ് ആൻഡ് കൺസ്യൂമർ ഇൻഡസ്ട്രി. ഒരു പ്രൊഡ്യൂസർ അവരുടെ ഫേം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസർക്കും പിന്നെ ആർക്കും? കൺസ്യൂമേഴ്സിനും നോളജ് അത്യാവശ്യം ഉണ്ടായിരിക്കും. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നോളജും ഇൻഫർമേഷനും കിട്ടിയിരിക്കും എന്നാണ് പറയുന്നത്. ഫേം വിൽ ഹാവ് ടോട്ടൽ നോളജ് ഓഫ് എനി ഇംപ്രൂവ്മെൻറ്റ് ഇൻ ടെക്നോളജി ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ് വൈൽ കൺസ്യൂമർ വിൽ ബി ഫുള്ളി അവെയർ ഓഫ് ഫേം പ്രൈസ്. അവർ ഫുള്ളി അവെയർ ഓഫ് ഫേം പ്രൈസിന് നല്ല അവെയർ ആയിരിക്കും. കാരണം മറ്റുള്ള പ്രദേശം എന്താണ് വില, ഇവിടെ എന്താണ് വില എന്നൊക്കെ നന്നായിട്ട് അവെയർ ചെയ്തതിന് ശേഷമേ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പെർഫെക്റ്റ് നോളജുള്ള ഇവരെ വരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. There are no barriers to entry. Nothing hinders from entering the market in order to compete with existing producers. Such barriers could be insurmountably high initial and cost, lack of access. അതായത് there is no barriers to entry. അവിടെ ആരില്ല, അവർക്ക് എതിരാളികളില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടത് പക്ഷെ അവരെന്തായിരിക്കും? അവെയർ ആയിരിക്കും. മറ്റുള്ള പ്രദേശത്തുള്ള വിലയും ഈ ഇവിടെ വില കൂടുന്നുണ്ടോ, അങ്ങനെ എന്തല്ല, വിഡ്ഢികളായിട്ടുള്ള ആൾക്കാരല്ല എന്തിന് വരുന്നത്, അവിടെ പർച്ചേസിങ്ങിന് വരുന്നത്.
നെക്സ്റ്റ് പറയുന്നത് ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് ഹാവ് 3 ഇംപ്ലിക്കേഷൻസ് ഓഫ് പെർഫെക്റ്റ്ലി കോമ്പറ്റീവ് മാർക്കറ്റ്. അതായത് ഇത് കൂടാതെ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലെ പ്രത്യേകത ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഫ്രാഗ്മെൻറ്റഡ് ആണ്. ആൻഡ് ദ സെക്കൻഡ് ഇസ് ദ തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഡ്യൂസ് ഹോമോജീനിയസ് ആണ്. നെക്സ്റ്റ് ദ ഫോർത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ഇറ്റ് ഫ്രീ എൻട്രി ആണ് അല്ലേ. ഓക്കെ, then foreign exchange. Then in the real world is hard find example of industries which all criteria perfect knowledge and perfect information. However, some industries are close to perfectly competitive of market. ചില ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യും, മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, അവർ മത്സരത്തിനേക്കാട് ഇറങ്ങും. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് എക്സാമ്പിൾ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആൻഡ് അഗ്രികൾച്ചറൽ മാർക്കറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇക്വറീസ് ഹോമോജീനിയസ് ആൻഡ് ട്രേഡേഴ്സ് വിൽ ഹാവ് ആക്സസ് ടു മെനി ഡിഫറെൻറ്റ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഓഫ് ബയേഴ്സ് ഓൾസോ ഹാവ് ചോയ്സ് ഫ്രം വിച്ച് ട്രേഡേഴ്സ് ബൈ ദ കറൻസി. ബയേഴ്സിനും സെല്ലേഴ്സിനും നല്ല നോളജ് ആയിരിക്കും, അവെയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ ബൈ ഓൾസോ ഹാവ് ചോയ്സ് ഫ്രം ട്രേഡേഴ്സ് ബൈ ദ കറൻസി. അവർക്കറിയാം ചോയ്സ് ചെയ്യാൻ, പർച്ചേസിങ് പവറും അല്ലെങ്കിൽ പർച്ചേസിങ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളായിരിക്കും. എ ഗുഡ് ഇൻഫർമേഷൻ അബൌട്ട് റിലേറ്റീവ്സ് പ്രൈസിൻ അവൈലബിൾ ടു ദ ബയേഴ്സ്. അതായത് അവർക്ക് ഗുഡ് ഇൻഫർമേഷൻ കിട്ടും. എന്ത് അവെയർ, അവർ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്നും ഗുഡ് ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് മാർക്കറ്റിൽ വന്നത് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അഗ്രികൾച്ചറൽ മാർക്കറ്റിൽ എന്താ പറയുന്നത്, നോർമലി ദർ ആർ സെവറൽ ഫാർമേഴ്സ് സെല്ലിംഗ് ഐഡൻറ്റിക്കൽ പ്രൊഡക്ട്സ് ഓഫ് മാർക്കറ്റ് വിച്ച് ഹസ് മെനി ബയേഴ്സ്. അതായത് ഫാർമേഴ്സ് എന്ത് പ്രൊഡക്ട്സ് ആയിരിക്കും അഗ്രികൾച്ചറൽ സെക്ടറിൽ വിൽക്കുന്നത്, അഗ്രികൾച്ചറൽ മാർക്കറ്റിൽ വിൽക്കുന്നത് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ആയിരിക്കും, നമുക്കറിയാം. ഓക്കെ, അറ്റ് മാർക്കറ്റ് ഇറ്റ് ഈസി ടു കമ്പയർ പ്രൈസ്, ദർഫോർ അഗ്രികൾച്ചറൽ മാർക്കറ്റ് ഓഫൺ ഗെറ്റ് ക്ലോസ് ടു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലേ. അവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. മാർക്കറ്റ് സ്ട്രക്ചർ എന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്? അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ദ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ പെർഫെക്റ്റ് നോളജ് ഉണ്ടായിരിക്കും പറഞ്ഞു, ഹോമോജീനിയസ് ആൻഡ് ഫ്രാഗ്മെൻ്റ് ആയി. ഇത്രയും ക്യാരക്ടറിസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താ നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെ, എല്ലാവരും മാക്സിമം പ്രോഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും എല്ലാ ഫേംസും അവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം മൊണോപ്പൊളി ഓഫ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ. മൊണോപ്പൊളി നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗമാണ്. മൊണോപ്പൊളിയിൽ എന്താണ് ഔട്ട്പുട്ടിൻ്റെ ഫീച്ചേഴ്സും ഔട്ട്പുട്ട് ഡിസിഷൻ എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ മൊണോപ്പൊളിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞത് വേർഡ് മൊണോപ്പൊളി ഡിറൈവ്ഡ് ഫ്രം എന്താ പറഞ്ഞത് നമ്മൾ മോണോ മീൻസ് വൺ എന്നാണ് അർത്ഥം, പൊളി മീൻസ് കൺട്രോൾ എന്നാണ് അർത്ഥം നമ്മൾ ഡിസ്കസ് ചെയ്ത ഡെഫിനിഷൻ. പ്യുവർ മൊണോപ്പൊളി ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ വിച്ച് ദർ ഇസ് എ സിംഗിൾ സെൽ ഓഫ് പ്രോഡക്റ്റ് ഫോർ വിച്ച് ദർ ആർ നോ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാതെ സിംഗിളായിട്ട് ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറോ കൈകാര്യം ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് മൊണോപ്പൊളിറ്റിക് കോമ്പറ്റീഷൻ. ക്യാരക്ടറിസ്റ്റിക് ഓഫ് മൊണോപ്പൊളി നമ്മൾ പറഞ്ഞു സിംഗിൾ സെല്ലറായിരിക്കും, നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയി കൺട്രോൾ ഓവർ പ്രൈസ് അല്ലേ. വിലയിലെ കൺട്രോൾ ആർക്കായിരിക്കും? വിലയിലെ കൺട്രോൾ നമ്മുടെ പ്രൊഡ്യൂസറിനായിരിക്കും നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് കോസ് ഓഫ് മൊണോപ്പൊളി ഡിമാൻഡ് ആൻഡ് റവന്യൂ കർവ് അണ്ടർ മൊണോപ്പൊളി. എന്തായിരിക്കും മൊണോപ്പൊളി റവന്യൂ? ഇത് ഇമ്പോർട്ടൻ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡ് നേച്ചർ ഓഫ് ഡിമാൻഡ് കർവ് ഫേസിങ് ആൻഡ് മൊണോപ്പൊളിസ്റ്റിക് കണ്ടീഷനിൽ ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും? ദ ഡിമാൻഡ് കർവ് ഫേസിങ് ഇൻഡസ്ട്രിയൽ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഒരു ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ ഡിമാൻഡ് ആവശ്യമാണ് ഒരു കോമ്പറ്റീഷനിൽ സെല്ലേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് അവരുടെ ചോദനത്തിന് വേണ്ടി അവർക്ക് ആവശ്യമുള്ള സാധനം അവർ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാനാണ്. അങ്ങനെ ഒരു ഡിമാൻഡ് കർവ് ആ സമയത്ത് ദ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഒരു മൊണോപ്പൊളിസ്റ്റിക് കണ്ടീഷനിൽ ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും? ഇറ്റ്സ് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ബട്ട് ദ ഡിമാൻഡ് കർവ് ഫേസിങ് ദ ഹോൾ ഇൻഡസ്ട്രി അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. This is so because the demand is made by all consumers and demand curve total consumed for a product usually slopes downward. Okay, downward slope demand curve. So consumers faces like കോമ്പറ്റേറ്റീവ് ഇൻഡസ്ട്രി, അത് കൺസ്യൂമേഴ്സ് ഫേസ് ചെയ്യുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മൾ ഡിമാൻഡ് കർവിലൂടെ അവതരണം അത് എന്താവും താഴോട്ട് ഡൗൺ ആയിട്ട് മാറും. അല്ലെങ്കിൽ എന്താവും എന്നാണ് പറഞ്ഞത് പെർഫെക്റ്റ്ലി കോമ്പറ്റീവ് ഫേമേഴ്സിൽ അഡ്ജസ്റ്റ് ദ ക്വാണ്ടിറ്റി ഔട്ട്പുട്ട് ഹാസ് നോ പ്രൊഡ്യൂസ്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങളാണ്.
നെക്സ്റ്റ് ഇക്വിലിബ്രിയം ദ മോണോപ്പൊളി ഓഫ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ അല്ലേ. മാർജിനൽ റവന്യൂ മസ്റ്റ് ബി ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ആൻഡ് മാർജിനൽ MC must curb MR to 4 or below. Under the monopoly for the equilibrium and price determination, two different conditions need to satisfy. ഒരു മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഒരു ഇക്വിലിബ്രിയം പ്രൈസിലെത്തണം. ദി ഇക്വിലിബ്രിയം ആൻഡ് പ്രൈസ് ഡിറ്റർമിനേഷൻ ടു ഡിഫറെൻറ്റ് കണ്ടീഷൻ, പ്രത്യേകം അതായത് സ്പെഷ്യൽ ടു ഡിഫറെൻറ്റ് കണ്ടീഷനിൽ മാത്രമേ ഇക്വിലിബ്രിയം നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ. വൺ ഈസ് മാർജിനൽ റവന്യൂ പി ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. മാർജിനൽ ഇൻകം സീമാന്ത വരുമാനം മസ്റ്റ് ബി ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. മാർജിനൽ സീമാന്ത വിലയിലേക്ക് എത്തിച്ചേരുമ്പോൾ മാത്രമേ ഒരു ഇക്വിലിബ്രിയം പ്രോസസ്സ് നടക്കൂ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് എം സി എന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് മസ്റ്റ് കട്ട് MR കോസ്റ്റ് ബിലോ. മാർജിനൽ റവന്യൂ കേവിനെ കട്ട് ചെയ്യുന്ന ഭാഗത്ത് മാത്രമേ ഇക്വിലിബ്രിയം നടക്കൂ. ദ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് അപ്രോച്ച്, മാർജിനൽ റവന്യൂ ആൻഡ് മാർജിനൽ കോസ്റ്റ് അപ്രോച്ച്. നമ്മൾ ദ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ മോണോപോളിസ്റ്റിക് ആൻഡ് മാക്സിമം പ്രോഫിറ്റ് വെൻ ഡിഫറൻറ്റ് ബിറ്റ്വീൻ TR ആൻഡ് TC ഈസ് മാക്സിമം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗമാണ്. കമ്പാരിസൺ ഓഫ് മൊണോപ്പൊളി വിത്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഔട്ട്പുട്ട് പ്രൈസ് എങ്ങനെയാണ്, ഇക്വിലിബ്രിയം എങ്ങനെയാണ്, ദെൻ എൻട്രി, ഡിസ്ക്രിമിനേഷൻ, പ്രോഫിറ്റ്, സപ്ലൈ കർവ് ആൻഡ് ഫേം, സ്ലോപ്പ് ആൻഡ് ഡിമാൻഡ് കർവ്സ് ആൻഡ് ഗോൾസ് ഓഫ് ഫേം, കമ്പാരിസൺ ഓഫ് പ്രൈസ്, ദെൻ 10ാമത്തെ കമ്പാരിസൺ ഓഫ് ഔട്ട്പുട്ട്. ഓക്കെ, ഇങ്ങനെ 10 കാര്യങ്ങൾ ആണ് എന്തിൻ്റെ കമ്പാരിസൺ ഓഫ് മൊണോപ്പൊളി വിത്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, കമ്പാരിസൺ ഓഫ് മൊണോപ്പൊളി വിത്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നതിൻ്റെ 10 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ദ വൺ ഈസ് ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കുക. കമ്പാരിസൺ ഓഫ് മൊണോപ്പൊളി വിത്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, മറന്നു പോകരുത്. കമ്പാരിസൺ ഓഫ് മൊണോപ്പൊളി വിത്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ എന്താണ് കമ്പാരിസൺ ചെയ്യാൻ പോകുന്നത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമ്മൾ എന്താണ് കമ്പാരിസൺ ചെയ്യാൻ പോകുന്നത് പറഞ്ഞത്? മൊണോപ്പൊളി അല്ലേ, കുത്തക അവകാശം. അതിൽ 10 നമ്മൾ പറഞ്ഞു. കൺസെപ്റ്റ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഡിറ്റർമിനേഷൻ, ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ആൻഡ് ദി പ്രൊഡക്റ്റ് ഇഫ് ഇൻഡിവിജ്വൽ, ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് ആൻഡ് സെല്ലിംഗ് കോസ്റ്റ് ആൻഡ് absence ഓഫ് entrepreneurs ആൻഡ് 2-dimensional competition, concept of group and falling demand curve and lack of perfect knowledge. ഇതെല്ലാം എന്തിൻ്റെ പ്രത്യേകതകളാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഇതെല്ലാം പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എല്ലാം എന്തിൻ്റെ പ്രത്യേകതകളാണെന്നാണ് നമ്മൾ പറഞ്ഞത്? എക്സാമ്പിൾ ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത്. എക്സാമ്പിൾസ് അല്ല, ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ. when you walk a department store of toothpaste, or you will form the brand and Pepsodent, Colgate, Neem, Babul, etc. one of the hand അപ്പോൾ and firm supplies branded and the following features of characteristics of monopoly condition. Following features are monopolistic, the characteristics of monopolistic condition. Large number of sellers. First is large number of sellers. Product discrimination. Product differentiation. Product differentiation. പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷനിലെ പ്രൊഡക്റ്റ് ഈച്ച് ഇൻഡിവിജ്വൽ ഫേമിനെ പറ്റി പറയുന്നുണ്ട്, ഡിഫറൻസ് ഓഫ് പ്രൊഡക്ട്സിനെ പറ്റി പറയുന്നുണ്ട്, ഡിഫറൻഷിയേഷൻ എമംഗ് ഡിഫറെൻറ്റ് കോമ്പറ്റിംഗ് പ്രൊഡക്ട്സിനെ പറ്റി പറയുന്നുണ്ട്. നെക്സ്റ്റ് ഇതിൽ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് പറയുന്നുണ്ട് അല്ലേ, ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. തേർഡ് പോയിന്റ് ഈസ് ഫ്രീഡം ആൻഡ് എക്സിറ്റ് ആൻഡ് ഫോർത്ത് പോയിന്റ് ഈസ് സെല്ലിംഗ് കോസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് ഈസ് ആബ്സെൻസ് ഓഫ് എൻ്റർപ്രനേഴ്സ് അല്ലേ, ആബ്സെൻറ്റ് ഓഫ് entrepreneurs and 2-dimensional competition. The sixth one is 2-dimensional competition. Seventh one, concept of group, and eighth one, falling demand curve, and ninth one is lack of perfect knowledge. ഈ lack of perfect knowledge എന്താണ്? Buyers and sellers do not have perfect knowledge about the market condition.
അതായത് ഒരു മൊണോപ്പൊളിസ്റ്റിക് കണ്ടീഷനിൽ ബയേഴ്സിനും സെല്ലേഴ്സിനും പ്രത്യേകിച്ച് എന്തറിയുന്നില്ല, നോളജ് അവയർനെസ് കിട്ടുന്നില്ല. സെല്ലിംഗ് കോസ്റ്റ് ക്രിയേറ്റ് ആർട്ടിഫിഷ്യൽ superiority in the minds of customers and it becomes very difficult for consumer to evaluate different products available in the market. As a result, the particular product is preferred the consumer even other അതായത് ഒരു പ്രത്യേക ഉൽപ്പന്നത്തിൻ്റെ വില മറ്റുള്ള പ്രദേശങ്ങളെ കമ്പാരിസൺ ചെയ്തുള്ള ഒരു അറിവ് അവയർനെസ് ഇവർക്ക് കിട്ടുന്നില്ല എന്നതാണ് സത്യം. ഡിമാൻഡ് കർവ് അണ്ടർ മോണോപ്പൊളി ഡിമാൻഡ് കർവ് നമുക്കറിയാം. ഡിമാൻഡ് കർവ് അണ്ടർ മോണോപ്പൊളി ക്വാണ്ടിറ്റി ഫേസസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്. ഡൗൺലോഡ് സ്ലോപ്പിംഗ് ആൻഡ് ഡിമാൻഡ് കർവ് അത് നിങ്ങൾ ചിലപ്പോൾ എക്സാമിന് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റിനോ 2 മാർക്കിനോ ചോദിക്കും. ദ ഫേം അണ്ടർ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഫേസസ് എ ഡിമാൻഡ് കർവ് ഏത് ഭാഗത്തേക്കാണ് പോവുക? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഓക്കെ.